സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് സംഘടനാ രംഗത്ത് മാറ്റത്തിനൊരുങ്ങുകയാണ് ഉത്തർപ്രദേശ് ബി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വവുമായി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി വരികയാണ്. ഇതിനായി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നേരത്തെ ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ സന്ദർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നേതൃത്വമാറ്റം ഉടൻ നടക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷനുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നാണ് പുറത്തുവരുന്ന സൂചന. നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ രൂപേന്ദ്ര ചൗധരിയെ മാറ്റി പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ അതേ സ്ഥാനത്ത് നിയോഗിക്കാനാണ് BJP ഒരുങ്ങുന്നത്. ഭൂപേന്ദ്ര ചൗധരി ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളയാളാണ്. നേരത്തെ ജാട്ട് വിഭാഗത്തിനുള്ളിൽ BJPക്കെതിരെ വിമർശനം ഉയർന്നപ്പോഴാണ് ഭൂപേന്ദ്ര ചൗധരിയെ അധ്യക്ഷനാക്കിയത്. ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ വലിയ വിഭാഗം പിന്നോക്കക്കാരാണ്. ഇത്തവണ പിന്നാക്കക്കാർ കൈവിട്ടതോടെയാണ് BJPക്ക് തിരിച്ചടിയുണ്ടായതെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിരീക്ഷകർ വിലയിരുത്തുന്നു. പിന്നാക്ക വിഭാഗങ്ങളുടെ വിശ്വാസം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ആ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാവിന് അധ്യക്ഷ സ്ഥാനം നൽകാൻ BJP ഒരുങ്ങുന്നത്. 2019 BJP 69 ലോക്സഭാ സീറ്റുകളാണ് നേടിയത്. ഇത്തവണ അത് 33ആയി ചുരുങ്ങിയതിനെ തുടർന്നാണ് BJP നേതൃത്വമാറ്റത്തിനൊരുങ്ങുന്നത്. പുതിയ മാറ്റങ്ങൾ പിന്നാക്ക വിഭാഗങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതായതിനാൽ പാർട്ടിയെ അനുകൂലമായി ബാധിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളുടെ വിലയിരുത്തൽ. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.